വളരുന്നതെങ്കിൽ അവനാണ് വളരുന്നതെങ്കിൽ നമുക്ക് അറിയാതെ ഉണ്ടാകുന്ന മനുഷ്യത്വത്തിൽ ഉണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട്. ഇവിടെ പറയുകയാണ്, അയൽക്കാരനെതിരെ യാതൊരു തിന്മയും നീ ചെയ്യരുത്, കാരണം ഇത് കാണുന്ന സർവശക്തനായ ദൈവം നിനക്ക് മുകളിലുണ്ട്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു, അല്ലെ ചീത്ത പറഞ്ഞു, അല്ലെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അത് നമ്മളെ വേദനിപ്പിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അത് ദൈവം അറിയാതെ അല്ല, ദൈവം അനുവദിച്ചിട്ടാണ് അത് വന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിനെ ദൈവിക ജ്ഞാനം കൊണ്ടും സ്നേഹം കൊണ്ടും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ രണ്ടാം ഭാഗം പറയുന്നത് വികാരാവേശത്തോടെ ഒന്നും പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ, ദേഷ്യം വരുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്, ദേഷ്യം വരുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക. ദേഷ്യം വരുന്ന മനുഷ്യൻ ഒന്ന് ചെയ്താൽ വളരെ എളുപ്പമുണ്ട്. ആ ദേഷ്യം വരാൻ കാരണമായ സാഹചര്യത്തിൽ നിന്ന് എളുപ്പമൊന്ന് മാറി നിൽക്കുക, കുറെ നേരം ഒന്ന് മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നിട്ട് കുറെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ദേഷ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. അല്ലെങ്കിൽ എന്ത് കുഴപ്പം പറ്റും? ഒരേ ആവേശത്തിന് പരസ്പരം സംസാരിക്കുകയും കലഹിക്കുകയും അടിപിടി കോലാഹലങ്ങൾ കൊണ്ട് ദൈവത്തിനെതിരെ ഒരു ശത്രുവിനെ പോലും നമ്മൾ അയൽക്കാരനെ കാണേണ്ടി വരും. അങ്ങനെ വരരുത്. 7-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നു, അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. ശരിയാ? സ്നേഹമുള്ള ഒരു മനുഷ്യനോട് മാത്രമേ മനുഷ്യനെ അടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക, അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും. ഈ അഹങ്കാരം ലൂസിഫറിനുണ്ടായത് കൊണ്ടാണ് സാത്താൻ ഉണ്ടായത്. ലൂസിഫറിനൊരു അഹങ്കാരം, എന്താ, ഞാൻ ആള് മോശമല്ലല്ലോ, പ്രകാശവാഹകനായി ദൈവത്തോടൊപ്പം വസിക്കുന്ന, ദൈവം പോകുന്ന വഴികളിലൊക്കെ അവനോടൊപ്പമായിരിക്കുന്ന ഞാൻ മോശക്കാരനാകുന്നത് എങ്ങനെ? അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഉന്നതങ്ങളിലേക്ക് കയറും, ഞാൻ ഉന്നതന്റെ ഒപ്പമായിരിക്കും എന്ന് പറഞ്ഞു പല കാര്യങ്ങളിൽ ഞാൻ എന്ന ഭാവം വന്നതോടുകൂടിയാണ് ലൂസിഫറിന് സ്വർഗം നഷ്ടപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്യേണ്ട ഗതികേടുണ്ടായത്. പിന്നെ അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കും. ഒരാൾ അഹങ്കാരിയാണെങ്കിൽ, നമ്മുടെ അയൽവക്കക്കാരൻ അഹങ്കാരിയാണെങ്കിൽ, നമ്മുടെ മക്കൾ തന്നെ അഹങ്കാരിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പർ അഹങ്കാരിയായി മാറിയാൽ, സ്നേഹമില്ലാത്ത എളിമയില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് മാറുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവര് നമ്മളിൽ നിന്നകന്ന്, നമ്മൾ അറിയാതെ തന്നെ അവരിൽ നിന്നകന്നു പോകും. എത്ര ഭയങ്കരമാ! അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അത് കർത്താവിനും മനുഷ്യനും ഇഷ്ടമല്ല. എന്ത് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക? നീതി പ്രവർത്തിക്കാനാണ് ദൈവം ബോധം തന്നിരിക്കുന്നത്, ജ്ഞാനം തന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ എപ്പോഴും ആരുടെയും പക്ഷം പിടിക്കാതെ നീതിയോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. കാരണം നമ്മളെ ഒരു കാര്യത്തിന്റെ നീതിബോധത്തോടെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന്, അതിപ്പം സഹോദരന്റെ ആകാം, ബന്ധുവിന്റെ ആകാം, ബന്ധുവുമായിട്ട് രണ്ടുപേർ തങ്ങളുള്ളൊരു വഴക്ക്, ഒരാൾ എന്റെ ബന്ധുവാണെങ്കിൽ അവന്റെ സൈഡ് പിടിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അപ്പുറമായി ദൈവനീതിയെ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കണമെന്നാ പറഞ്ഞു. അല്ലെങ്കിൽ ഇത് അനീതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തിനും ഇഷ്ടമില്ല, മനുഷ്യനും ഇഷ്ടമില്ലാതെ വരും. നോക്കുക, നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഈ തരത്തിൽ ഉണ്ടോ എന്നൊന്നറിയുന്നതാണ്. 8-ാമത്തെ വചനം പറയുന്നു, അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോയിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരാണ്, വലിയ മനുഷ്യരാണ്, സ്ഥാനമാനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി തന്നെ പറയാം. അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനീതി കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ, പാവപ്പെട്ടവനോട് കരുണയില്ലാതെ എങ്ങനെയും എന്തും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അനീതി, അഹങ്കാരം, അത്യാഗ്രഹം. നോക്കുക, എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരവസ്ഥ, അത്യാഗ്രഹം, എത്ര കിട്ടിയാലും മതിയാകാത്ത തരത്തിൽ നമ്മുടെ മനസ്സ് അങ്ങനാണെങ്കിൽ ഉറപ്പ് നാട് മുഴുവൻ നശിക്കുന്നു. ഭരണകർത്താവോ അടിപൊളിയായിട്ട് നടക്കുന്നു, അദ്ദേഹത്തിൻ്റെതായ ചാർവടയിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇപ്പൊ അദ്ദേഹത്തെ പറയണ്ട, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഇത് തന്നെ സംഭവിക്കുന്നത്. നമ്മള് അനീതിയും അഹങ്കാരവും എങ്ങനെയായാലും കാശുണ്ടാക്കിയാൽ മതി, എങ്ങനെയായാലും സ്ഥാനമാനം കിട്ടിയാൽ മതി, ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അത് അനീതിയാണ്, അത് അഹങ്കാരത്തിലേക്ക് നമ്മളെ നയിക്കും. അവസാനം
നമുക്ക് ഈ ഭൗതിക വസ്തുക്കളോടുള്ള അത്യാഗ്രഹത്തിൽ പെട്ടുപോകും. ഇവ മൂലം സാമ്രാജ്യം കൈമാറി പോകുന്നുണ്ട്. ദൈവം കൂടെയില്ല. ഒരധികാരമോ ഒരു പദവിയോ ദൈവം നമുക്ക് തരുമ്പോൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ദൈവനീതി പ്രവർത്തിക്കാനാ തരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ഈ രാജ്യത്തെ ഭരിക്കുമ്പോൾ നീതിബോധത്തോടെ ഭരിച്ച് ഇവിടെയുള്ള ജനത്തിന് നന്മ ചെയ്യാനാ. ഇതൊരു ചാൻസ് ആണ് എനിക്ക് എന്റെ പേരെടുക്കാനല്ലേ, എനിക്ക് കാശുണ്ടാക്കാനല്ലേ, എന്റെ കൂടെയുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നടത്താൻ എന്ന് ആരാഗ്രഹിക്കുന്നുവോ അങ്ങനെയുള്ളവരെ എല്ലാം സമൂഹം തൂത്തെറിയും, ദൈവം കൈവിടും. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് ചേർന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹമില്ലാതെ അനീതി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തും ദൈവം ചേർന്ന് നിൽക്കുകയല്ല, തൽക്കാലം പിടിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് ചിതൽപുറ്റിന്റെ മുകളിൽ വെള്ളം വീഴുന്നത് പോലെ തകർന്ന് തരിപ്പണമായി പോകും. പറയുകയാണ്, ഇവ മൂലം സാമ്രാജ്യം കൈവിട്ടു പോയിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും ഭരണകർത്താക്കള് അവരുടെ പല കാര്യങ്ങളിലൂടെ അവരുടെ അധികാരം നഷ്ടപ്പെട്ട് അവസാനം ആരുമല്ലാത്തവരായി തീരുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് നമ്മുടെ അറിവിലുണ്ട്. 9-ാമത്തെ വചനം പറയുന്നു, പൊടിയും ചാരവുമായ മനുഷ്യനെ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ ശരീരം ജീർണിക്കുന്നു. ഈ ക്യാൻസർ രോഗ ആശുപത്രിയിൽ ചെന്നാല് നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നും. പലപ്പോഴും അങ്ങനെയുള്ള ആശുപത്രികളൊന്ന് സന്ദർശിക്കാൻ സാധിച്ചാൽ നമ്മളിലെ അഹങ്കാരം തന്നെ കുറഞ്ഞു മാറി കിട്ടും. എന്താ കാരണം? ഞാൻ ഒരു സഹോദരി ഒരു അപ്പച്ചനെ കണ്ടു. ആ അപ്പച്ചൻ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. ആ അപ്പച്ചനെ എപ്പോഴും മുറുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആള് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു ക്യാൻസർ വന്നിട്ട് അതിന്റെ കവിള് പൊട്ടി പഴുത്തിട്ട് ആ പ്രദേശത്തെങ്ങും മനുഷ്യന് ചെല്ലാൻ പറ്റിയല്ല. അത്തരം ഭയങ്കര ദുർഗന്ധമായിരുന്നു. എന്ത് അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? അത് കാണുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ രോഗം കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ദൈവഭയത്തോടെ ജീവിക്കാൻ വേണ്ടിയാ ഈ ഓരോന്നും നമ്മളെ കാണിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ പരാജയങ്ങളോ മറ്റുള്ളവരുടെ സങ്കടങ്ങളോ മറ്റുള്ളവരുടെ വേദനകളോ ഒക്കെ കണ്ടിട്ട് അഹങ്കാരിയായ നാം എളിമയുള്ളവനായി മാറാനാണ് പലതും നമ്മളെ കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ കണ്ടിട്ട് അയ്യോ അവർക്കത് വന്നല്ലോ, അവന്റെ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പുറകോട്ട് പോരണം. നമ്മൾ അങ്ങനൊന്നും പറയരുത്. എന്ത് കണ്ടാലും അതിനെപ്പറ്റി അഭിപ്രായം പറയല്ലേ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് തെറ്റായി പോയാൽ പിന്നെ നമ്മൾ അതിന് കണക്ക് പറയാൻ പോകണ്ടേ? മറിച്ച് കർത്താവെ, ഒരു വയ്യാത്ത അല്ലെങ്കിൽ ഒരു ഒത്തിരി വിഷമിക്കുന്ന ഒരു രോഗിയായ ഒരു തകർന്ന ഒരു അസ്വസ്ഥതകളുള്ള ഒരു തൂത്തെറിയപ്പെട്ട കുടുംബം പോലെ തകർന്നു പോയൊരു കുടുംബത്തെ നമ്മൾ അറിയുമ്പോൾ കഷ്ടമായി പോയി എന്ന് പറയുന്ന ഒരു സഹതാപത്തിന്റെ വാക്കുകൾക്കപ്പുറത്ത് എൻ്റെ ദൈവമേ ഈ കുടുംബത്തെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന ഉള്ളിൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ. അത് കഴിഞ്ഞ ദിവസം ആരോ ഒരു വാട്സപ്പിൽ ഒന്നും കണ്ടതാണ്. മരിച്ചാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഏതു മനുഷ്യ ശരീരത്തിൽ നിന്നും. 6 ദിവസം കഴിയുമ്പോൾ നഖമടന്നു പോകുമെന്നാ പറഞ്ഞേ. 1 മാസം കൊണ്ട് എല്ലാം ദ്രവിച്ച് പുഴു തിന്നു തീർക്കും. 1 വർഷം കഴിയുമ്പോൾ അസ്ഥി പോലും വേർതിരിഞ്ഞു പോകും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പക്ഷേ അവനിൽ ജീവൻ നിലനിൽക്കുന്ന കാലം അത്രയും അവന്റെ സൃഷ്ടാവിന്റെ സ്നേഹത്തിൽ അവൻ ജീവിക്കും. സൃഷ്ടാവിനെ തിരിച്ചറിയാതെ ജീവിക്കുന്നവൻ അഹങ്കാരിയായി ജീവിക്കും. അഹങ്കാരിയായി ജീവിക്കുന്നവന്റെ ജീവിതം മുഴുവനും പാപവും തിന്മയും കയറിക്കൂടും. അവസാനം അതെല്ലാം അവനെ കഷ്ടതയിലും നാശത്തിലും സങ്കടങ്ങളിലും വേദനകളിലും ദുരിതങ്ങളിലും കൊണ്ട് ചെന്നെത്തിക്കും. നമുക്കങ്ങനെ വരാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ എന്താണ്? ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തേക്ക് മുമ്പ് എൻ്റെ ഒരു ചേട്ടന്റെ ഭാര്യ മരിച്ചു. മകന് 48 വയസ്സുള്ള മകൻ കോയമ്പത്തൂരിൽ നിന്ന് 3 മക്കളും ഭാര്യയുമായിട്ട് അമ്മയുടെ ശവോടക്കിന് വേണ്ടി വന്നു. അമ്മയുടെ ശവോടക്ക് കഴിഞ്ഞ് 7-ന് വേണ്ടി മകൻ നടന്ന് മറ്റുള്ള വീടുകളിൽ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. ഇന്ന ദിവസമാണ് 7. അങ്ങനെ അറിയിച്ചു. 7-ാമത്തെ ദിവസം വീട്ടിൽ വന്നിരുന്ന് അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു തലകറക്കം വന്ന് താഴേക്ക് വീണു. അപ്പോൾ തന്നെ അവൻ മരിച്ചു. ഒരു നല്ല പ്രസ്ഥാനം അവൻ തുടങ്ങി. ഒരു കാര്യമായ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവന്റെ കഴിവ് കൊണ്ട് അവന്റെ അധ്വാനം കൊണ്ട് നല്ലൊരു പ്രസ്ഥാനം തുടങ്ങി അത് വളരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യൻ, ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഒത്തിരി വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ഒരു മനുഷ്യൻ.
അവൻ മരിച്ചു കിടക്കുന്ന കണ്ടാൽ ഒരു വിശുദ്ധൻ കിടക്കുന്ന കണക്കാ തോന്നുന്നത്. അവന്റെ വിശുദ്ധ ജീവിതം അത്ര ശ്രേഷ്ഠതയുള്ളതായിരുന്നു. എനിക്ക് അവനെ വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ടാണ്. ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു, അവന്റെ ഇളയ പെങ്ങളുടെ ഒരു കുഞ്ഞ് ഓട്ടിസം ബാധിച്ച കുഞ്ഞായിട്ടാണ് ജനിച്ചത്. ആ കുഞ്ഞിന് വേണ്ടി അവൻ 1000 പരിശുദ്ധ കുർബാന ഒറ്റ ദിവസം പോലും മുടങ്ങാതെ, കത്തോലിക്ക സഭയിൽ കുർബാനയുള്ള എല്ലാ ദിവസങ്ങളിലും അവൻ എന്നോട് പറയാണ്, കോവിഡിന്റെ കാലത്ത് പോലും എനിക്ക് കുർബാന നിഷേധിക്കപ്പെട്ടില്ല. കാരണം ഞാനൊരു പള്ളിയോട് ചേർന്നായിരുന്നു, അവിടുത്തെ അച്ഛൻ എന്നെ സഹായിച്ചു, ഞാനും അച്ഛനും കൂടാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി നന്മയുള്ള, അവനെ പറ്റി നാട്ടുകാർക്കോ അവനെ പരിചയമുള്ളവർക്കോ, അവനിവിടെ കേരളത്തിൽ ഇവിടെ എടത്വായിൽ മരിച്ചിട്ട് ബോംബെ എന്ന കന്യാസ്ത്രീകളുടെ പ്ലെയിൻ കയറി വന്നു. അപ്പൊ കോയമ്പത്തൂരിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാര്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ, അപ്പൊ വന്നവരെല്ലാം പറയുന്ന ഒരു മനുഷ്യന്റെ നന്മയെ പറ്റിയാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ കൊണ്ട് ആ നാട്ടിൽ വന്ന, ആ വീട്ടിൽ വന്നവരെല്ലാം, ആ നാട്ടുകാരല്ലാത്ത സകല മനുഷ്യരും അവനെ പറ്റി പറയുന്ന, 10-25 കൊല്ലമായിട്ട് ബോംബെയിലും കോയമ്പത്തൂരുമായിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന, ഒരുപാട് നന്മ ചെയ്യുന്നവൻ പെട്ടെന്നുള്ള മരണം. അത്ര, ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ വലിയ ആൾക്കാരാ, മോശമൊന്നുമല്ല, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാ. പക്ഷെ നമ്മളിൽ അഹങ്കാരം കയറിയാൽ നമ്മൾക്കൊരു വിലയില്ലാത്തവനായി മാറി നമ്മൾ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും പോകും. പക്ഷെ എളിമയുള്ളവനാണെങ്കിൽ, കർത്താവ് പറഞ്ഞു, ദൈവവചനം പറഞ്ഞിട്ടില്ലേ, ഒരുവനെ മരിക്കുന്നിടം വരെ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. കാരണം മരണത്തോടു കൂടിയാണ് അവന്റെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുന്നത്. ഞാൻ ഈ പറഞ്ഞ മകന്റെ ശവോടക്കിന് ആ പള്ളിയിലും ആ സിമിത്തേരിയിലും ആ പ്രദേശത്തെങ്ങും കൊള്ളാത്ത കണക്കാ ജനം വന്നേ. അത്ഭുതമാ തോന്നിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പറയുക, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ ശരീരം ജീർണിക്കുന്നു. ക്യാൻസർ ബാധിച്ച രോഗികളെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ക്യാൻസർ ബാധിച്ച രോഗികളെ കണ്ടാൽ നമ്മൾ തന്നെ എളുപ്പപ്പെടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും 10-ാമത്തെ വചനം, നിസ്സാര രോഗമെന്ന് വിശുദ്ധരൻ പുച്ഛിച്ചു തള്ളുന്നു, എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം. ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ജീവനോടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനുഷ്യൻ എന്ന് പേര് വിളിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് വല്ലാതെ ചില അഹങ്കാരമെല്ലാം ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയല്ലേ ചേട്ടാ. അപ്പൊ അദ്ദേഹം വളരെ പിന്നെയും മോശമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യനാണ്, അത് മനസ്സിലാക്കിക്കോണം. ഇനി ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, വികാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷം പിടിച്ച് ഞാൻ മാത്രമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെ അന്ധമായ ചില ബോധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കഴിവത് ചെയ്യരുതേ. ഞാൻ പറഞ്ഞു, വഴക്കുണ്ടാകാം, ദേഷ്യം വരാം, കോപം വരാം, അങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ കഴിയുന്ന അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ആ സാഹചര്യത്തിൽ നിന്നൊന്ന് അകന്ന് നിന്നേ. ഞാൻ പറഞ്ഞു, ഞാനൊരു പച്ച മനുഷ്യനാണ്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പച്ച മനുഷ്യനാണ്. ഞാനും ഭാര്യയുമായിട്ട് ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടും. അറിയാമല്ലോ, മുടിയുള്ളതും മുടിയില്ലാത്തതും കൂടെ ചേർന്ന് ജീവിക്കുന്ന കുടുംബജീവിതം. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ പെട്ടെന്ന് ഒരൊറ്റ കാര്യം ചെയ്യും. എന്ത് ചെയ്യുന്നറിയാമോ? ഈ തൽക്കാലം ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇറങ്ങി പുറത്തേക്കൊന്ന് പോകും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കലഹം കെട്ടടങ്ങും. മറിച്ച് ആരും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നാൽ തകർന്ന് തരിപ്പണമാകും. 2 മാനുകൾ ഗുസ്തി പിടിച്ചൊരു സംഭവമുണ്ട്. 2 മാനുകൾ, വലിയ ഇങ്ങനെ കൊമ്പുകളൊക്കെ ഒരുപാടുള്ള 2 മാനുകൾ. അവ തമ്മിൽ പരസ്പരം വലിയ കൂട്ടുകാരാണ്. അത് ആണും പെണ്ണുമാണ്. അവര് പരസ്പരം ഇങ്ങനെ കളിക്കാനായിട്ട് കൊമ്പിട്ട് കുത്തി 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 വന്നു. കൊമ്പ് കോടം കോർത്തു. കൊമ്പ് ഊരിയെടുക്കാൻ മേലാത്തതുപോലെ കൊമ്പ് വല്ലാത്ത തരത്തിൽ കോർത്തു പോയി. ഒരു തരത്തിലും പിന്നെ ഇവർക്ക് ഊരിപ്പോകാൻ പറ്റുന്നില്ല. നിസ്സാരമായി തുടങ്ങിയ ഒരു കലഹം കുത്തും ഇളക്കും പിടിക്കും മറിച്ചിലും ഒക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊമ്പൂരാൻ മേലാതെ വന്നു. എവിടെ? സമൃദ്ധമായ പുൽമേടിന്റെ മുകളിൽ കിടന്നാണ് ഈ ഗുസ്തി പിടിച്ചത്. പക്ഷെ കൊമ്പൂരാൻ മേലാതെ വന്നു. ആ സമൃദ്ധിക്ക് നടുവിൽ പിന്നെ പുല്ല് തിന്നാൻ പറ്റാതെ വന്നു. ആ പുല്ല് തിന്നാൻ പറ്റാതെ കുറെ ദിവസങ്ങൾ അങ്ങനെ ഈ കൊമ്പും കൂടെ കോർത്ത് കിടന്ന് ഇതുങ്ങൾ ഉരുണ്ട് കളിച്ച് വഴക്കുണ്ടാക്കി പട്ടിണി കിടന്ന് ക്ഷീണിച്ച് അവസാനം ആഹാരമില്ലാതെ ചത്തു.
ചത്തിട്ടത് പഴുത്ത് ചീഞ്ഞ് അഴുകുകയെല്ലാം പോയി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അതിലെ വന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും അസ്ഥികൂടം അപ്പുറവും ഇപ്പുറവും കിടപ്പുണ്ട്, കൊമ്പ് കോർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ഇവയുടെ കൊമ്പ് കോർത്തത് കൊണ്ടാണ് ഈ അപകടമുണ്ടായത്. അദ്ദേഹം ആ രണ്ട് തലയും ഒരുപോലെ എടുത്തൊരു കമ്പല് പൊക്കി വെച്ചിട്ട് അതിന് താഴെ ഒരു അടിക്കുറിപ്പ് ഇങ്ങനെ കൊടുത്തു, നിന്റെ കുടുംബത്തിൽ ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ കലഹിച്ചിട്ട് എത്രയോ കുടുംബങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു. അത് നാം അറിയാതെ നമ്മളിൽ ജന്മമെടുക്കുന്ന ഒരു അഹങ്കാരത്തെ താലോലിച്ചു വരുമ്പോൾ വിട്ടുകൊടുക്കില്ല, ക്ഷമിക്കില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും സംഭവിക്കുന്ന അവസ്ഥയാണല്ലോ പ്രിയപ്പെട്ടവരെ. ചിന്തിക്കുക. നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പറയുന്നു. നമുക്കറിയാം എത്രയോ രോഗികള് സാരമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം കേൾക്കുന്നത്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, ഒരു പേഷ്യന്റിനെ പരിശോധിച്ചിട്ട് അത് ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു, ഇനി കുഴപ്പമില്ല, 1 മാസം കഴിഞ്ഞ് വന്നാ മതി. അപ്പൊ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി, 1 മാസം കഴിഞ്ഞ് വന്നാൽ മതിയല്ലോ. മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പോകുമ്പോളെ കൂടെ നിന്ന നേഴ്സിനോട് ഡോക്ടർ പറഞ്ഞു, ആ മനുഷ്യൻ 10 ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ ഒരു ലെവലാണ് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഡോക്ടർ 5-ാമത്തെ ദിവസം തലയിറങ്ങി താഴേക്ക് വീണ് മരിച്ചു. മറ്റുള്ളവരുടെ ആയുസിന്റെ നീളം കുറിച്ചതാ, പക്ഷെ സ്വന്തം ആയുസിന്റെ നീളം അറിയാതെ പോയി. സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകല്ലേ, നമ്മളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകരുതേ. ഇവിടെയാണ് നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ് നാളെ ജനം, മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. പുറത്ത് ഭൂമിക്ക് മുകളിലാ കിടക്കുന്നതെങ്കിൽ വന്യമൃഗങ്ങൾ അവയെ, അത് മനുഷ്യനാണെങ്കിലും അത് തിന്നോണ്ട് പോയിക്കോളൂ. ഭൂമിക്കടിയിലാണെങ്കിൽ അല്ലെങ്കിൽ തന്നെയും ബാക്കിയുള്ളതെല്ലാം പഴുത്തും പുഴുത്തും പോകും. കാരണം പൗലോസ്ലീഹ പറയേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. ആത്മാവ് ഇല്ലാതെ വരുമ്പോഴാണ് ജഡമായി മാറുന്നത്. ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നാൽ ഇവൻ ജീവിക്കുന്ന മൃഗമായി മാറും. ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ദൈവസ്നേഹം പകരുന്ന വ്യക്തിയായി മാറും. അവനിൽ നിന്ന് ഈ ശ്വാസം, ഈ ആത്മാവ് എടുക്കപ്പെട്ടാൽ അവൻ ജഡമായി പുഴുവായി തീരും. ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം വെള്ളത്തിൽ വീണ് പഴുത്ത് ചീഞ്ഞു ഉയർന്ന് ഇങ്ങനെ പൊങ്ങി പൊട്ടി ഇങ്ങനെ ഒഴുകുന്ന കാണുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇങ്ങനെ കാറ്റ് തോളത്തി ഈ ശരീരം ഇങ്ങനെ കിടന്ന് പൊങ്ങും താഴുകയും ചെയ്യുകയാണ്. കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അപ്പോൾ അതിന് ഒരു കമന്ററി കൊടുക്കുന്ന ആളുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത്രേ ഉള്ളു മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ എളിമപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യാം. 12-ാമത്തെ വചനം പറയുന്നു, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നകലുന്നു. എളിമയും സ്നേഹവും ഉള്ളപ്പോഴെല്ലാം കർത്താവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ദൈവഭയത്തോടെ നിൽക്കുന്നു, സഹജീവിയോട് ചേർന്ന് നിൽക്കുന്നു, മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ സാധിക്കുന്നു. പക്ഷേ അഹങ്കാരം തലയെടുത്ത് ഞാൻ മോശമല്ല, എനിക്കാണ് കാശുണ്ട്, എനിക്കാണ് ആരോഗ്യമുണ്ട്, ആൾബലമുണ്ട്, അധികാരമുണ്ടെന്നൊരു അഹങ്കാരം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എല്ലാം. അവൻ സാവകാശം സൃഷ്ടാവിൽ നിന്ന്. എങ്ങനെയാണ് ഈ മനുഷ്യ സ്നേഹം ഉണ്ടാകുന്നത്? മറ്റുള്ളവരോട് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയാ? എന്നെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് അവനെ സൃഷ്ടിച്ചതെന്നുള്ള ഒരു ബോധം വരുമ്പോഴാണ് നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നത്. ആ ഒരു ബോധമില്ലാതെ ഞാൻ അവനേക്കാൾ വലുതാണ്, വലിപ്പച്ചെറുപ്പമൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലോകത്തും പ്രകൃതിയിലും ഉണ്ടാകും. പക്ഷേ ആ ചെറിയവന്റെ ദൈവമാണ് എന്റെയും ദൈവം, ഈ വലിയ എന്റെ ദൈവം തന്നെയാണ് അവന്റെ ദൈവം എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ, നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാകുമ്പോഴാണ് ഉറപ്പായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുക. ഇപ്പം ബൈബിൾ അറിയാം, സുവിശേഷം അറിയാം, സങ്കീർത്തനം അറിയാം, പ്രഭാഷകൻ അറിയാം, ജ്ഞാനത്തിന്റെ പുസ്തകം അറിയാം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇവയെല്ലാം നമ്മുടെ സഹജീവികളുടെ മുൻപിൽ അവരോടൊപ്പമുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പ് ഇതൊക്കെ പഠിച്ചൊരു മണ്ടനായി നരകത്തിലേക്ക് പോകേണ്ടി വരും. വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ദൈവത്തെ പറ്റിയും ദൈവത്തിന്റെ കരുതലിനെയും സ്നേഹത്തെയും സഹജീവിയോടുള്ള സ്നേഹത്തെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പ്
ഒരു കഴിവുമില്ലെങ്കിലും ദൈവസന്നിധിയിലെത്താൻ വളരെ എളുപ്പമാ. കാരണം ഉള്ളു നിറയുന്ന ദൈവസ്നേഹം ഉണ്ടായിരിക്കട്ടെ. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ആരും പറഞ്ഞു തരണ്ട. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. ചിന്തിച്ച് നോക്കാം, നമുക്ക് അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എളിമപ്പെടാവുന്നേ, എളിമപ്പെടാം. എല്ലാത്തരം അഹങ്കാരവും കാണിച്ച് നടന്നൊരു മനുഷ്യൻ അവസാനം പെട്ടുപോയി, ഒരു അപകടത്തിൽപ്പെട്ട് കിടപ്പായി. ഈ മനുഷ്യൻ സാഹചര്യത്തെ സ്വീകരിക്കാൻ മേലാതെ ദൈവത്തെയും മനുഷ്യനെയും എല്ലാം ചീത്തയും തെറിയും എല്ലാം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുറെ കാലങ്ങൾ അദ്ദേഹം കിടന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വലിയ തൻ്റെ ഇടം ഞാൻ കാണിച്ചത് കൊണ്ട് ഞാൻ ഈ അപകടത്തിൽ പെട്ടതെന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം വളരെ ശാന്തതയിലേക്ക് വന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പല സാഹചര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. കടം വന്നു, ബന്ധത്തകർച്ച വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തില് വല്ലാത്തൊരു പേരുദോഷം വന്നു. നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര അസ്വസ്ഥതകളിലായിരിക്കും. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോടടുത്ത് വന്നിട്ട്, നീ അറിഞ്ഞല്ലോ എന്റെ ഈ രോഗം, നീ അറിഞ്ഞല്ലോ എന്റെ ഈ കടബാധ്യത, നീ അറിഞ്ഞല്ലോ എന്റെ കുടുംബത്തെ പ്രശ്നം, നീ അറിഞ്ഞല്ലോ, എന്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ഈ ഒരു വിശ്വാസത്തോടെ, ഈ ഒരു അറിവോടുകൂടിയാണ് എളിമപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ എത്ര വലിയ പ്രശ്നമായാലും അതിനെ അതിജീവിച്ചിട്ട് ഒരു നല്ല ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹൃദയം അതിന്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. ഇനി 13ാമത്തെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കും. കർത്താവ് നശിപ്പിക്കാനിരിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മളിൽ അഹങ്കാരമുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിന് ചേരാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാപ്പ് പറയാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ, ഇത് ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാൻ, അതിനപ്പുറമായി ഇത് ധ്യാനിച്ച് ഞങ്ങളുടെ ഉള്ളിലാക്കാൻ ദൈവമേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളിൽ എങ്ങും ചെന്ന് പെടാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഏറെ ബലഹീനതകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാലും കർത്താവെ, നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഇന്നോളം പരിപാലിച്ച എല്ലാ പരിപാലനയ്ക്കും നന്ദി പറയുന്നു. ഇനി മുന്നോട്ട് എത്ര നാളുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അതിനാൽ കൂടുതൽ എളിമയോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ എല്ലാവർക്കും മാലാഖമാരുടെ കാവലും സംരക്ഷണവും വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനയും അമ്മ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എന്തായാലും ബ്രദറെ കുറച്ചു നേരമുള്ളെങ്കിലും ദൈവം വചനം കേൾക്കാനും ഞങ്ങൾ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. ബ്രദറിനെയും കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബ്രദറിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരോഗ്യാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് വലിയ കരുണ ഒഴുക്കണമേ. അപ്പം തിരുരക്തത്താൽ അവിടുന്ന് കഴുകി വിശദീകരിക്കണമേ. ഇനിയും അനേകം ശുശ്രൂഷകൾ ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അനേകം പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കുവാനുള്ള കൃപയും നിത്യരക്ഷയിലേക്കുള്ള വഴിയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, സ്തോത്രം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ.
ഹല്ലേലൂയ 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 വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ ഹല്ലേലൂയ മഹത്വത്തിന്റെ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഹല്ലേലൂയ നിന്ന് ജ്ഞാനത്തെ അയച്ചു ഹല്ലേലൂയ തരണമേ. ഹല്ലേലൂയ അവൾ എന്നോട് ഹല്ലേലൂയ വസിക്കുകയും ഹല്ലേലൂയ അധ്വാനിക്കുകയും ഹല്ലേലൂയ ചെയ്യട്ടെ. അങ്ങനെ പരിശുദ്ധം ഹല്ലേലൂയ പ്രവർത്തിക്കാനുള്ള ജ്ഞാനവും അറിവും പ്രാർത്ഥിക്കാം. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ച് എന്നെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കും, വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കർത്താവ് വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയില് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേൽ കർത്താവെ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ദാനമായി നൽകിയ സകലത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാറ്റിന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കർത്തൃസന്നിധിയിലേക്ക് സമർപ്പിച്ച് യേശു പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമ്മുടെ ഈ നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി അമ്മേ മാതാവി മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവി ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ നീളം എപ്പോഴും നമ്മുടെ കൂടെയായിരുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിനെ ബഹുമാനിച്ച് സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നമുക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുടെ ലിംഗം അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ മധ്യസ്ഥനായ വിസ്തോണിസ്മന്യാളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിൻസെന്റ് പോൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ മദർ തെരേസ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. മറിയ തെരേസ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ എബ്രൂസമ്മി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ചൗറ കുര്യാക്കോസ് അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സൽഫാൻ സ്വാമി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണദൂതന്മാരായ സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നേടാം. എന്റെ തമ്പുരാനെ, കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശു എന്ന സമാധാനം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യ സഹായമാ